എൻ ശ്രീകുമാറിലേക്ക്. എൻ ശ്രീകുമാർ, BBC ഡോക്യുമെൻ്ററി വിവാദത്തിൽ അതിനെ തുടർന്നുള്ള രാജിയിൽ അനിൽ ആന്റണി ശരിയോ? അല്ല, അനിൽ ആന്റണി ശരിയോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിലാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്. അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. പക്ഷേ അതിൽ കോൺഗ്രസ് ഇതിലൊരു സമ്മർദ്ദത്തിനായി എന്നുള്ള സത്യമാണ്. അത് അനിൽ ആന്റണി നടത്തിയ പ്രസ്താവന കൊണ്ടല്ല. കോൺഗ്രസിൻ്റെ ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ, അതായത് ഇപ്പോൾ പ്രവർത്തക സമിതി എല്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളുടെ മകനാണത് പറഞ്ഞത്. സത്യത്തിൽ ഇവിടെ ശ്രീ AK ആൻ്റണി ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ആൻ്റണിയുടെ ഒരു സ്വഭാവ വൈശിഷ്ട്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മക്കളുടെ കാര്യത്തിൽ ഇടപെടാറില്ല. അത് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ രാഷ്ട്രീയത്തിൽ ശ്രീ അനിൽ ആൻ്റണി പറയുമ്പോൾ ശ്രീ AK ആൻ്റണി അതിനെ പ്രതികരിക്കണമെന്നില്ല. ഒരുപക്ഷെ നാളെ അദ്ദേഹം എത്രയായാലും മകനാണ്. അപ്പം മകനാണെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ഒരു പക്ഷേ നാളെയോ മറ്റന്നാളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായേക്കാം. അത് നമുക്ക് കാത്തിരിക്കാനേ പറയുള്ളൂ. നമ്മളങ്ങനെ മുൻകൂട്ടി പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഇതിൽ കോൺഗ്രസ് സത്യത്തിൽ ഒരു ധർമ്മസങ്കടത്തിലായിട്ടുണ്ട്. കാരണം രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ശ്രീ അനിൽ ആൻ്റണിക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് രണ്ട് സ്ഥാനമുണ്ട്, ദേശീയ തലത്തിലും കേരള തലത്തിലും IT-യുമായി ബന്ധപ്പെട്ട്. ഈ IT എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പുതിയ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അത് വളരെ നിർണായകമായൊരു പദവിയാണത്. സംഗതി KPCC ഭാരവാഹികളെപ്പോലെയോ AICC ഭാരവാഹികളെപ്പോലെയോ ഒന്നും പാർട്ടി തലത്തിൽ സജീവമല്ലെങ്കിലും ആ പദവി വളരെ നിർണായകമാണ്. കാരണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന ഒരു സമിതിയാണത്. അതിൻ്റെ തലവൻ ആണ് ശ്രീ അനിൽ. അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അദ്ദേഹം പറയുന്നതാണെങ്കിൽ പോലും അത് കേൾക്കുന്നവർക്ക് അത് രസിക്കില്ല. കാരണം AICC-യും KPCC-യും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് മോദിയുടെ ഈ ഡോക്യുമെൻ്ററിയെക്കുറിച്ചുള്ള പ്രദർശനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് രാഹുൽ ഗാന്ധിയാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, AICC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, KPCC-യും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സത്യത്തിൽ പ്രസ്താവന ഇറക്കേണ്ട ഒരു പദവിയിലിരിക്കുന്ന ആളല്ല അനിൽ ആൻ്റണി. അപ്പോൾ ആ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നു. കാരണം ഒരു വിവാദം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഡോക്യുമെൻ്ററി. കാരണം അതിലിപ്പോൾ ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ശശി തരൂരിൻ്റെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ നിലപാടിന് സമാന്തരമായ പല അഭിപ്രായങ്ങളും പറയുന്ന ഒരാളാണെന്ന്. അത് അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷേ ശശി തരൂർ പറയുന്ന പോലെയല്ല അനിൽ ആൻ്റണി പറയുന്നത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും അദ്ദേഹം AK ആൻ്റണിയുടെ മകനാണ്. രണ്ട്, അദ്ദേഹത്തിന് പ്രസ്താവന ഇറക്കാൻ പറ്റിയൊരു പദവിയല്ലത്. കാരണം അതിന് രാഷ്ട്രീയ പദവി വഹിക്കുന്നവർ വേറെയുണ്ട്. പിന്നെ പ്രസ്താവന ഇറക്കിക്കൂടെ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ട് പ്രസ്താവന ഇറക്കണമായിരുന്നു. അപ്പോൾ അത് പറയാമായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നു, ഞാനിപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് പറയുന്നതുകൊണ്ട് ശരിയല്ല, അപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയുന്നു എന്ന് അദ്ദേഹം പറയാമായിരുന്നു. അപ്പോൾ അനിൽ ആൻ്റണി ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിച്ചു എന്നാണ്. അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എത്ര ഉദ്ദേശശുദ്ധിയാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് മോദിയെക്കുറിച്ച് കോൺഗ്രസ് പറയുന്ന അഭിപ്രായത്തിന് വിരുദ്ധമാണ്. ശ്രീ AK ആൻ്റണി ഒരു മാസം മുമ്പ് പറഞ്ഞ എന്താണ്? മൃദു ഹിന്ദുത്വവാദികളെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകുന്നവരെയും കുറി തൊടുന്നവരെയും ഒക്കെ ആക്ഷേപിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അത് CPM-നെതിരെയാണ്. ആ CPM-നും ആ BJP-ക്കും കോൺഗ്രസിനെ പ്രഹരിക്കാനുള്ള ഒരു വടിയായത് മാറി.